ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാകും ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്നാണ് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ചുക്കാൻ പിടിക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി ബി.ജെ.പിയുടെ എത്തിച്ചേരും. അപ്പം എം.ടി. രമേശ് എന്ന പേരിനാണ് ഇപ്പോൾ വലിയ പ്രാമുഖ്യം ലഭിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുക? അല്ല, ബി ജെ പിയിലെ അധികാര തർക്കം എന്ന് പറയുന്നത് ഒരു തുടർക്കഥയാണ്. അതിൽ ബി ജെ പി അണികൾക്ക് അതൃപ്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ഒരു പ്രസ്ഥാനത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപ്റ്റനെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അപ്പോൾ ക്യാപ്റ്റനാവുക എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ആളാണ് അതിൻ്റെ ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ നയിക്കുന്ന ഒരു പാർട്ടി അദ്ദേഹത്തിനെതിരെ കാര്യമായിട്ടുള്ള അഭിപ്രായങ്ങളില്ലാത്ത, എന്നുവെച്ചാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സംവിധാനം, അതാണ് അണികളുടെ ആഗ്രഹം. അണികൾക്ക് ഇങ്ങനെ ഇടിച്ചു കയറണമെന്ന് മാത്രമല്ല, അതിനൊരു നേതാവ് വേണം എന്നുള്ളതാണ്. ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സുരേന്ദ്രനെ മാറ്റണം, പകരം ശോഭ സുരേന്ദ്രൻ വരണം, പി കെ കൃഷ്ണദാസ് വരണം. അങ്ങനെയൊക്കെയുള്ള ചർച്ച കൊടുമ്പിരിയുണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ. ശോഭ സുരേന്ദ്രൻ വരും എന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ മുഴുവനും അതിൻ്റെ ഒരു വലിയ പ്രചരണത്തിലായിത്തീരുകയും ചെയ്തു. കാരണം അങ്ങനത്തെ ചർച്ചയാണ് അതിനകത്ത് വ്യാപകമായി നടന്നിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ശോഭ സുരേന്ദ്രൻ്റെ പേര് പതുക്കെ തഴയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് വലിയ പ്രസക്തിയില്ല എന്ന് വന്നിരിക്കും. എന്നാൽ കെ സുരേന്ദ്രനെ മാറ്റണം എന്നുള്ള അഭിപ്രായം ശക്തവുമാണ്. കെ സുരേന്ദ്രന് പകരം ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ദ്വന്ദ്ം അത് മാറി. അതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ സുരേന്ദ്രനെതിരായ മുഴുവൻ ആളുകളും എം.ടി. രമേശിനെ മുന്നിൽ വെച്ച് പിന്നിൽ നിന്നും തള്ളുന്ന ഒരു രീതിയിലേക്ക് അവരുടെ രാഷ്ട്രീയം പതുക്കെ ധ്രുവീകരിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ എം.ടി. രമേശ്. ഇപ്പോൾ എം.ടി. രമേശിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്കുള്ളവർ, അദ്ദേഹം മുതിർന്ന നേതാവാണ്, വളരെ മാന്യമായ രീതിയിൽ പക്വമതിയെപ്പോലെ പെരുമാറുന്ന ഒരു ലീഡർഷിപ്പാണ്. അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഒരു സമന്വയ സ്ഥാനാർത്ഥിയായിട്ട് വരും. കാരണം മറ്റവരുടെ മാതിരല്ല. പക്ഷേ ഇദ്ദേഹം വരണം എന്നുള്ള ആഗ്രഹം മറ്റവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ കെ സുരേന്ദ്രന് പകരം ഇതല്ലാതെ മറ്റൊരു കരു നീങ്ങില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് എല്ലാവരും കൂടി എം.ടി. രമേശിൻ്റെ പിന്നിൽ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കേരളത്തിലേക്ക് വന്നിട്ടായിരിക്കും കേരളത്തിൽ പ്രസിഡന്റ് ആരാണ് എന്ന് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം വരുന്നതിന് മുമ്പ് ഒരു പേര് മാത്രം ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. പല പേരുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ വന്നിട്ട് എല്ലാ ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് അതിലേറ്റവും മികച്ചത് എന്നൊക്കെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പം അതുകൊണ്ട് ഒരു ഒറ്റ പേരിലേക്ക്, എന്നുവെച്ചാൽ ഐക്യത്തോടുകൂടി ഒരു നേതാവിൻ്റെ പേര് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ആണ് നേരത്തെ പറഞ്ഞ കേന്ദ്രമന്ത്രി ചന്ദ്രശേഖറിനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാനായിട്ട് നേതൃത്വം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇതിൽ ആര് വരണം എന്നുള്ള തീരുമാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ്, ഒരു ശബ്ദം എന്ന് പറയുന്നത് കേരളത്തിലെ RSSൻ്റെതാണ്. അപ്പോൾ RSSുമായിട്ടും പ്രഹ്ലാദ് ജോഷി സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരു പേര് തീരുമാനമാകും. ആ തീരുമാനമാകുന്ന പേര് എം.ടി. രമേശിൻ്റേതാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള ഉത്കണ്ഠ. അത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിനെതിരായിട്ട് പി കെ കൃഷ്ണദാസ് പക്ഷം ഉണ്ട്. അപ്പോൾ പി കെ കൃഷ്ണദാസും കെ സുരേന്ദ്രനും രണ്ട് പക്ഷത്താണെന്ന് വരുത്തി തീർന്നു. പി കെ കൃഷ്ണദാസ് ഒരിക്കൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ ഉൾപ്പെട്ട എം.ടി. രമേശിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരണം. കെ സുരേന്ദ്രനെക്കാട്ടിലും സീനിയറാണ് പാർട്ടിയിൽ എം.ടി. രമേശ്. അപ്പോൾ എന്തുകൊണ്ട് വന്നുകൂടാനുണ്ട്? ഇവിടെ കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ഭാഗം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. 20% വോട്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു MBA സൃഷ്ടിക്കാൻ കഴിയും. അത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ ആ പദവിയിലിരുന്ന കാലയളവിലാണ്. അത് അദ്ദേഹത്തിന് പ്ലസ് പോയിൻ്റാണ്. അത് ദേശീയ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ സമയത്ത് ബി.ജെ.പിയുടെ അണികൾ താഴെ തട്ടിൽ നന്നായി പണിയെടുക്കുകയും മേൽത്തട്ടിലുള്ള ഈ പറയുന്ന നേതാക്കൾ തമ്മിലടിക്കുകയും ചെയ്താൽ അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണമല്ല. അപ്പം സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന നേട്ടമായിരിക്കും പിന്നീട് നിയമസഭയിൽ ഗുണകരമാക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ തർക്കം പരിഹരിക്കണമെന്നാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ വെച്ച് നീ ഒരു കളി നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഈ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കാനൊന്നും താല്പര്യമില്ല. വേണമെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രഭാരിയായിട്ടൊക്കെ മുകളിൽ നിൽക്കാം. അപ്പോൾ എം.ടി. രമേശിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരികയും തൽക്കാലം ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുകയും വേണമെന്ന് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എതിരാളി കൂടി ഇല്ലാതാകുന്നു. നേരത്തെ നമ്മൾ കരുതിയത് ശോഭാ സുരേന്ദ്രനും എം.ടി. രമേശ് ഈ പക്ഷത്തേക്ക് വരുന്ന, പക്ഷേ ശോഭാ സുരേന്ദ്രൻ പതുക്കെ പിന്നോട്ട് മാറി.
പകരം എം ടി രമേശ് മാത്രമാണ്. അപ്പം ഒരു ഒത്തുതീർപ്പ് ചർച്ച എന്ന് പറയുന്നതിനുള്ളിൽ ഈ കെ സുരേന്ദ്രൻ മാറി നിൽക്കുക, എന്നിട്ട് എം ടി രമേശിനെ അങ്ങനെ ആക്കുക. അങ്ങനെ പറഞ്ഞാൽ BJP നേതൃത്വവും അണികളും എല്ലാം ഉൾക്കൊള്ളില്ലേ? ആ രീതിയിലല്ലേ? അല്ല, അത് നല്ല തീരുമാനമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അധികാരത്തിൻ്റെ പ്രശ്നമാണ്. അധികാരം വിട്ടുകൊടുക്കാനായിട്ട് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് BJPക്ക് അകത്ത് നിൽക്കുന്നതായിട്ടുള്ള അധികാര ലോബി തയ്യാറാണെങ്കിൽ മാത്രമാണ് എം ടി രമേശിൻ്റെ കൈകളിലേക്ക് അധികാരം എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അധികാരം വിട്ടുകൊടുക്കാൻ ഒരിക്കലും അധികാരം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായി. എല്ലാ പാർട്ടികളുടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. അധികാരം വിട്ടുകൊടുക്കാനായിട്ട് സ്വമേധയാ ആരും തയ്യാറാവില്ല. പിടിച്ചു പറിച്ച് വാങ്ങിച്ച് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊടുക്കുക എന്ന് മാത്രമാണ്. കേന്ദ്ര നേതൃത്വത്തിന് അത്തരത്തിലുള്ള കഴിവുകളുണ്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ പിടിച്ചു പറിച്ച് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ എം ടി രമേശ് BJPയുടെ കേരളത്തിലെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള പാർട്ടിയിലെ ലോബിയും രമേശിൻ്റെ പ്രവർത്തനത്തെ തടയാന്ന് പറഞ്ഞാൽ നിസ്സഹരിച്ചാൽ മതി. അതെ, അദ്ദേഹമായിട്ട് നിസ്സഹരിച്ച് കഴിഞ്ഞാൽ വീണ്ടും BJPയുടെ കാര്യം കുഴപ്പത്തിലായിപ്പോകും. നിസ്സഹരണം കൊണ്ട് മാത്രം ആ പാർട്ടി നിസ്സംഗമായ പാർട്ടിയായിട്ട് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. അത് ഗുണകരമായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ഓരോരുത്തർക്ക് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഈ തർക്കങ്ങൾ ഒഴിവാക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക്. എങ്കിൽ മാത്രമേ ഈ ഐക്യം എന്ന് പറയുന്ന സാധനം സാധ്യമായി തീരുള്ളൂ. കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സം എന്ന് പറയുന്നത് അവർക്ക് വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു ഹീറോ ആയിരുന്നു. ശരി, ശബരി സമരമൊക്കെ കഴിഞ്ഞിട്ട് ആ സമരത്തിൻ്റെ ഒരു സാധ്യത, അതേപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനായി എനിക്ക് തോന്നുന്നത് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇരുന്നിരുന്നത്, ഞാൻ പലപ്പോഴും അദ്ദേഹമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളതാണ്, കൈരളി ടെലിവിഷനായിരുന്നു. അപ്പോൾ കൈരളി ടെലിവിഷനാണ് അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. യഥാർത്ഥം അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അവരുടെ എല്ലാ ചർച്ചകളിലും സുരേന്ദ്രൻ ഒരാളായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞ സമയത്ത് ഈ അന്തിച്ചർച്ചകളിലൊരു സ്റ്റാറായിട്ട് സുരേന്ദ്രൻ മാറിയൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നെ ഈ ശബരിമല സമരം. ഈ സമയത്തൊക്കെ BJPയിൽ അദ്ദേഹം ഒരു ഹീറോ വെർഷനായിരുന്നു ശരിക്കും പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം BJPയുടെ കേരളത്തിൽ പ്രസിഡൻ്റായിട്ട് മാറുന്നത്. പിന്നീട് അതിനകത്തുണ്ടായ പ്രശ്നങ്ങളും ഇടക്കിടക്കുണ്ടാകുന്ന വലിയ വലിയ സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് ഈ അവരുടെ കുഴൽപ്പണ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പല സാധനങ്ങൾ വന്ന് ആണ് അയാൾ കുറേ കൂടി മങ്ങിയതും. അതേപോലെ തന്നെ അയാളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം അതിശക്തമായിട്ട് അതിനകത്ത് കടന്നു വരാനായിട്ട് കാരണമായിട്ട്. ഈ കേരള സംസ്ഥാന രൂപീകരണ കാലഘട്ടം മുതൽ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയുള്ള പാർട്ടി എന്നാണ് കരുതിയത്. ലീഗിലെ ആൾക്കാരെ തങ്ങളൊപ്പം കൂട്ടിയാൽ ഞങ്ങൾ വർഗീയ കക്ഷികളാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് അകറ്റി നിർത്തി. ഒടുവിൽ EMS സർക്കാരാണല്ലോ അവർക്ക് ഒരു പിന്തുണയൊക്കെ കൊടുത്തത്. അതേ അവസ്ഥയിലാണ് ഇന്ന് BJP കടന്നു പോകുന്നത്. BJP ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ബദലാണെന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ടെങ്കിലും ഹിന്ദുത്വ ആശയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താൻ സംഖ്യയായിപ്പോയി, അല്ലെങ്കിൽ താൻ BJPക്കാരനായി ഒന്ന് മുദ്ര കുത്തപ്പെടുന്ന ഒപ്പം തൊട്ടുകൂടാൻ പാടില്ലാത്തൊരു പാർട്ടിയായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിയെ താഴെ തട്ടിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ അണികൾ നന്നായി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ നേതാക്കൾ അത് കൃത്യമായി നടപ്പാക്കുന്നില്ല എന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. പലതവണ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ അമിത്ഷാ നേരിട്ട് വിളിച്ചു വരുത്തി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം AN രാധാകൃഷ്ണനും PK കൃഷ്ണദാസും വിഭാഗമൊക്കെ പോയി ദേശീയ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ നേതൃത്വത്തിന് മനസ്സിലായി കേരളത്തിലെ നേതൃത്വം തമ്മിലുള്ള ഒരു പടലപ്പിണക്കമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ ദേശീയ നേതൃത്വം ഇടപെട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലും BJPക്ക് ഒരു വളർച്ച വേണം എന്നൊരാശയവുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശിച്ചാൽ, കർക്കശമായ നിലപാടെടുത്താൽ ഇവർക്ക് അനുസരിക്കാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. കേന്ദ്ര നേതൃത്വം അങ്ങനെ കർക്കശമായിട്ടുള്ള നിലപാടെടുത്താൽ തർക്കങ്ങളെല്ലാം മങ്ങിപ്പോകും. കാരണം കേന്ദ്ര നേതൃത്വം പറയുന്നത് കേൾക്കേണ്ട വേറെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല. കാരണം BJPയിൽ അങ്ങനെ തിരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ ശരിക്കും. നമ്മളെ BJPയിലും കോൺഗ്രസ്സിലൊന്നും ഈ തിരഞ്ഞെടുപ്പ് സംഭവമില്ല. ഹൈക്കമാൻഡ് പോലെയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ്സിലാണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ഇവിടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും. അപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രനെ എന്തായാലും അവർ പ്രസിഡൻ്റാക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം അമിത്ഷായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശോഭയുടെ പേര് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് വേണ്ട എന്നുള്ള തീരുമാനമായിരിക്കാം കേന്ദ്ര നേതൃത്വത്തിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ MT രമേശ് വേണം, സുരേന്ദ്രൻ തുടരണം. ഇതാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു വിഷയം. അതായത് ദേശീയ നേതൃത്വം കൃത്യമായിട്ട് MT രമേശ് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നങ്ങൾ അല്ലേ? അത് തീർന്നു. നിസ്സഹകരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അവർ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടാവും. കാരണം
ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെ വരില്ലേ, ആ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഇല്ല നിൽക്കുക. ഇല്ല ഇല്ല. അപ്പോൾ അതിക്ക് മുമ്പ് ഈ സംഘടന സംവിധാനം ഉം. പൊളിച്ച് എഴുതുന്ന രീതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് ഉറപ്പിച്ചു നിർത്താനായിട്ടുള്ള സാവകാശം കിട്ടില്ല. ആ അതൊരു പ്രശ്നമായിരിക്കാം പെട്ടെന്ന് അങ്ങനെ തീരുമാനമെടുക്കാനായിട്ട്. പക്ഷേ ഇവർ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു തീരുമാനം ഒക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്ത രീതിയിലാണ് അധികാരം കൈമാറ്റം നടക്കുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഉം. നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ അകത്തുള്ള ശാക്തിക ചേരികളും വടംവലികളും എത്ര ശക്തമാണെന്നുള്ളത് പുറത്തിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് അവർക്ക് അകത്ത് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ദൈനംദിനം ഈ ചർച്ച വീണ്ടും വീണ്ടും ഇങ്ങനെ ഉയർന്നു വരാനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ മറ്റ് പാർട്ടികളുടെ വിഷയങ്ങൾ ഇത്രത്തോളം ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് നോക്കാം എന്ത് കാരണം സി പി എമ്മിലാണെന്ന് വെച്ചാൽ ഇനി ആരാണ് അടുത്ത നേതാവ്, പിണറായിക്ക് ശേഷം ആരെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെ. പക്ഷെ അതിൻ്റെ ഡിസ്കഷൻ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ചോദ്യം പോലും കാര്യമായിട്ട് ഉയർന്നു വരുന്നില്ല. പക്ഷെ അതുണ്ടാകാം. അതെ. ഇവിടെ ഇത് ഇങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു തീരുമാനമുണ്ടാകും. അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.